ഹലോ, ഞാൻ അച്ചൂസിനുള്ള പൊറോട്ടയൊക്കെ വാങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, ഇങ്ങനെ ആകാശത്താണെങ്കിലും ഇതുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ കണ്ടോ, നല്ല സുഖമുള്ള കാറ്റൊക്കെ. മഴക്കാറ് കാരനേ, അപ്പോൾ അപ്പുറത്തുനിന്ന് ഓട്ടോ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഇങ്ങോട്ട് കടക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ട് കടന്നതാ. അപ്പോൾ നടന്ന് നമ്മുടെ അകലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് കൂടി പോയി ഇറങ്ങാം കേട്ടോ. പല വീഡിയോയിലും കണ്ടിട്ടുണ്ടെങ്കിലും വെറുതെ ഒന്ന് കാണിക്കാം. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. അമ്പലം അടച്ചിരിക്കുകയാണ്, വേണമെങ്കിൽ കയറൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ പൊറോട്ട ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്. നമ്മുടെ അച്ചൂട്ടി രാവിലെ തൊട്ട് എന്നെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കുമല്ലോ, അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രം. എൻ്റെ ഇപ്പം അടുത്തുള്ള വീഡിയോയിലൊക്കെ ഇതിങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ അത് മഹാവിഷ്ണു ക്ഷേത്രം. ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അമ്പലത്തിലാണ് കയറി തൊഴുതതൊക്കെ കേട്ടോ. അതുകൂടി നേരെ പോയി കയറി തൊഴുതു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ വണ്ടി നിർത്തിയിട്ടില്ല, ചുവന്ന ചെയറൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി കണ്ട് കയറി പോരും. ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ അത് കൂടി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. ഇവിടെ അമ്പലം മുറ്റത്തൊരു ആലുണ്ട് കണ്ട. എന്നിട്ട് ആ ആൽമരം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൂടി ഇങ്ങനെ അങ്ങോട്ട് താഴത്ത് ഇറങ്ങിയിട്ട് റോഡിലേക്ക് തന്നെ ഇറങ്ങും. എപ്പോഴും കാണിക്കുന്ന സ്ഥലമല്ലേ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് പോവാട്ടോ. അപ്പോഴത്തേന് എനിക്കൊരു കോള്, അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ, അവരുടെ വീടിരിക്കലാണ്. അപ്പോൾ അതിന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ഞായറാഴ്ച വരുന്നത്, ഈ ഞായറാഴ്ച അല്ല അതിൻ്റെ അടുത്ത ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ആ കോൾ എടുത്തപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അല്ലെങ്കിലും ഇവിടെ റോഡിൽ വീഡിയോ എടുക്കാനൊന്നും ഇല്ല. നമുക്കിങ്ങനെ ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടില്ല, ബാഗിലുണ്ട്, കയ്യിലെടുത്തിട്ടില്ല. കൈ പിടിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാം. സെൽഫി സ്റ്റിക്ക് എടുത്താൽ എന്താ കുഴപ്പമെന്നറിയാം, നമ്മളെ കാണുന്നവരുണ്ടാവില്ല, റോഡിൽ കൂടി പോകുന്നവരൊക്കെ ഹലോ ഗായ്സ്, ഹലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അവർക്ക് അറിയാലോ വീഡിയോ എടുക്കുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പോണ വഴിയിൽ ബോഗൻവില്ല, നമ്മുടെ വൈറ്റ് ബോഗൻവില്ല. എന്ത് രസാലേ. ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ഇതെടുത്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നിറച്ച് പൂത്തിട്ട് വേണം, നല്ല രസമല്ലേ. പിന്നെ നമ്മുടെ അലരിച്ചെടി ഇല്ലേ, അരളി അല്ലേ, അലരിയല്ല അരളിച്ചെടി, അതിവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേണ്ട കുറച്ച് ഭാഗം മാത്രം പൂത്തുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് വലിയ മരമായിട്ട് ഇതുവരെ വളർന്ന് കണ്ടിട്ടില്ല. ഇനി വെട്ടി വിട്ടിട്ടാണോ എന്നറിയില്ല. ഇതേണ്ട ഇങ്ങനെ കുറ്റിച്ചെടിയാക്കിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. എപ്പോഴും നമ്മളിവിടെ വന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞെങ്കിലും അപ്പം തൊട്ട് നമ്മളിത് ഇങ്ങനെ തന്നെ കാണുന്നത് കേട്ടോ. ഈ വലിപ്പത്തിൻ്റെ അപ്പുറം ഇത് പോയിട്ടില്ല. പിന്നെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ റോഡ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊരു തെങ്ങും തോപ്പ്, നല്ല മഴക്കാറും മഴയും വരുന്നുണ്ട്. അതാണ് ഇങ്ങനെ കാറ്റൊക്കെ, നല്ല സുഖമുള്ള കാറ്റ്, നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിക്കൊക്കെ നോക്കിയാൽ, വെറുതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. കാറ്റടിക്കുക പുറകിൽ നിന്ന് ഇങ്ങനെ, നല്ല രസം. അതായത് ഞാൻ നടന്നിട്ട് കുറച്ച് നല്ല വിയർപ്പും ഉണ്ട്. അപ്പോൾ ആ വിയർപ്പിൽ കാറ്റും കൂടി തട്ടുമ്പോൾ നല്ല സുഖമുള്ള കാലാവസ്ഥ. വെയിലും ഇല്ലല്ലോ, നല്ല സുഖമുണ്ട്. കുടയൊക്കെ ഉണ്ട് രാവിലെ, പക്ഷെ ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ കുട എടുക്കുന്നത്. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, നല്ല സുഖമുണ്ട്. 5:30 കഴിഞ്ഞ സമയം. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന നേരെ കാണാൻ മലയില്ലേ, ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതാ ഈ മല. ഈ മലയ്ക്ക് നമ്മളിങ്ങനെ നടക്കാൻ പോകാറുണ്ട്. ഒരു കുഞ്ഞു വീട് കണ്ട അതിൻ്റെ മുകളിൽ, ആ വീട് മുകളിൽ ഷീറ്റിട്ട ശേഷം നമ്മൾ പോയിട്ടില്ലേ, അതിൻ്റെ മുന്നൊക്കെ നമ്മളവിടെ പോയിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ പോകാൻ. അന്നൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാൻ പോകും അങ്ങോട്ടൊക്കെ. ഇപ്പോൾ പിന്നെ പേടിയാണ് കേട്ടോ. എന്താ പറയുക, പുലി ഉണ്ട് എന്നൊക്കെ പറയണു. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ നരസിംമുക്ക് മലയാണല്ലോ, അവിടെ പുലി ഉണ്ട് എന്നൊക്കെ പറയണു. അവിടെ കേൾക്കുമ്പോൾ പേടിയാണ്. ഞാനും അച്ചൂട്ടിയാണ് അധികം നടക്കാൻ പോക്കൊക്കെ. മലമുകളിൽ കയറുകയാണെങ്കിലും സെൽവി ഉണ്ട് പറഞ്ഞാൽ സെൽവി വരും, അല്ലാതെ വേറെ ആരും ഞങ്ങൾ വിളിക്കാറുണ്ടല്ലോ. അങ്ങനെ രണ്ടാളും കൂടി ഇങ്ങനെ പോണതല്ലേ. അപ്പം ഇനി പുലി ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആനയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടാം. പുലി ഒറ്റ ചാട്ടത്തിന് നമ്മളെയൊക്കെ മറികടന്ന് അപ്പുറത്തുന്ന സാധനമല്ലേ. നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോണ KSRTC ബസ്സാട്ടോ അത്.
നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൽ വേണം കയറാൻ, ഇതിലല്ല ഇവിടുന്ന് പോണ ബസ്സിൽ വേണം കയറാൻ, അതായത് മണ്ണാർക്കാട്ടിക്ക്. പോയി ഒരു മരം പൂത്തിരിക്കുന്നത് കണ്ട, നല്ല ചുവപ്പ് കളറായിട്ട്. എത്ര പൂക്കളല്ലേ. ഒരമ്മ ആടിനെയും കൊണ്ടേ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് അവരെ മുന്നിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ. ചിലരുടെ അടുത്ത് ഞാൻ ചോദിക്കും, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ അവർ പറയും ആ എടുത്തോ കുഴപ്പമില്ല എന്ന് പറയും. ഇവരടുത്ത് ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല, അനി ഇഷ്ടമായില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് പുറകിൽ നിന്ന് എടുത്തത്. ഇവിടെ പാവങ്ങൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഇതൊക്കെ തന്നെ കേട്ടോ. കൃഷി, പിന്നെ ആട് മേയ്ക്കൽ, ആട് വളർത്തൽ അല്ലേ, അങ്ങനെ വേണം പറയാം. അതൊക്കെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ഒരു കുന്ന് കയറാനുണ്ട്. ആ കുന്ന് ഞാൻ കുടയും കുത്തി കയറുന്നു. വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കൂടെ പോകണമെന്ന് മാത്രം. അച്ചൂട്ടി ഇവിടെ ഒരു വീട്ടിലാണ് കളിക്കണതേ. അപ്പോൾ ഈ വഴി പോയാലാണ് അവനെ കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുന്ന് കയറുവാണേ. ഇതാ കുടയൊക്കെ കുത്തിയിട്ടാണ് കയറുന്നത്, വടി പോലെ. ഇതേ കാണുന്ന വീട്ടിലാണ് അച്ഛൻ നിൽക്കുന്നത്. അതാ റെഡ് ബനിയനിട്ടിട്ട് നിൽക്കുന്നത് നമ്മുടെ അച്ചക്കുട്ടിയാണ്. ബോറടിച്ചോ നിന്ന് ബോറടിച്ചോ ചോദിക്കുക. അയ്യോ ആരാ വരുന്നേ, എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ, അയ്യോ അയ്യോ. ചുറ്റും നടന്ന് മണത്ത് നോക്കുന്നുണ്ട്. എന്താടാ അയ്യാ ചുക്കു. ആ ശരി 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 നടക്ക്. ശരി ശരി ആ വരാം വരാം. വഴി കാണിക്കണേ. കണ്ട വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ മഴക്കാറ് മൂടിയൊരു അന്തരീക്ഷം, നല്ല കാറ്റുമുണ്ട്. കാക്കകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുക. എവിടെ പോയി ഇരിക്കേണ്ടതെന്നാവും. കാറ്റത്ത് ചിലപ്പോൾ ബാലൻസ് കിട്ടുന്നുണ്ടാവില്ല പറക്കുമ്പോൾ. ചുക്കു പിടിച്ചു വച്ചിട്ടുണ്ട് അച്ഛനെ. പോവാ ചോറ് പത്രം. അങ്ങനെ നമ്മുടെ അച്ചൂസിനെ വിളിച്ചിട്ട് നമ്മൾ പോവാണ് നമ്മുടെ വീട്ടിലേക്ക്. കുറച്ചും കൂടി ദൂരം അങ്ങോട്ട് പോയാൽ നമ്മുടെ വീടെത്തി. ആ കാറ്റ്, നല്ല കാറ്റ്. സാധനം വാങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും? പൊറോട്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒന്ന് പൊറോട്ട വാങ്ങിക്കുന്നു. അപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ചില്ലി വാങ്ങി, പൊറോട്ടയും ചില്ലിയും വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതേ വീടെത്താനായി. അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ. വരുന്ന വഴി ഇങ്ങനെ നടന്നു വരുന്നതും ഒക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ അച്ഛൻ ചോറ് കൊണ്ട് പാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ വന്നപ്പോൾ അടപ്പ് കാണില്ല, പാത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.